വന്നേ എല്ലാം പഠിപ്പിച്ചു തരാം. ഇതെന്ത് പരിപാടി? എനിക്ക് കയറുന്നത് പുറകെ കയറ്. അവിടെ ആവുമ്പോ കൃത്യമായിട്ട് വഴി പറഞ്ഞു തരാനും പറ്റും, നല്ല കാറ്റും കിട്ടും. അല്ല, ഞാനാ സ്ഥിരമായിട്ട് ആദ്യം തന്റെ തലയ്ക്ക് സ്ഥിരമായിട്ട്, എന്നിട്ട് വിട്ടിരിക്കാം. പോടോ, പോയി കയറോ. എന്താ എന്തു പറ്റി? സോറി സോറി. അല്ല, ഞാൻ ഈ ഓരോ വീട്ടിലേക്കും കടന്നില്ല രീതി ഞാനൊന്ന് ഈ പ്രാക്ടീസ് ചെയ്യായിരുന്നു, ഇങ്ങനെ ഡൈവ് ചെയ്തിട്ട്. കൊള്ളാം, പക്ഷെ ഇത്രയും സ്പീഡ് വേണ്ട. ചിലപ്പം ഇതിന്റെ ഇരട്ടി സ്പീഡിൽ തിരിച്ചു വരേണ്ടി വരും. കുറച്ചുകൂടി സ്ലോ ചെയ്യല്ലേ? താങ്ക് യു. ഓക്കെ. ഹലോ, ഞാനൊന്ന് ഓടി പറയാം. ഇല്ല, എനിക്കൊന്ന് കേക്കണ്ട. നമസ്കാരം. നമസ്കാരം. അമ്മ ഞങ്ങള് കോയ ഏജൻസീസ് വരിക. എന്തോ കംപ്ലൈന്റ്സ് ഉണ്ടെന്ന് പറഞ്ഞു. സ്റ്റൗ കത്തുന്നില്ല. 2 ദിവസം മുമ്പ് ആ മാത്തുക്കുട്ടി വന്ന് റിപ്പയർ ചെയ്തതാ. അവനെവിടെ? അയാളെ ഞങ്ങൾ തൽക്കാലം സസ്പെൻഷനിൽ നിർത്തിയിരിക്കുക. ഒരു റെസ്പോൺസിബിലിറ്റി ഇല്ല. വരൂ. താങ്ക് യു. ഇതാ സ്വിച്ചിന് കംപ്ലൈന്റ്സ് ഒന്നുമില്ല. ഇതിനെന്താ കുഴപ്പം? മോശിപ്പിച്ചു. നിങ്ങൾ പുതിയതായിട്ട് വന്നവരാണോ? ഏയ്, ഞങ്ങള് മാത്തുക്കുട്ടിക്ക് പകരം വന്നവരൊന്നുമില്ല. പോയും ഞങ്ങള് റിലേറ്റീവ്സാ, ഷെയർ ഹോൾഡേഴ്സ്. ഈ സ്വന്തം സ്ഥാപനമാകുമ്പോ നമ്മൾ തന്നെ കാര്യങ്ങൾ നേരിട്ട് ഇടപെട്ടാലേ ശരിയാവൂ. ജോലിക്കാരെ വെച്ചാൽ തന്നെ ഇക്കാലത്ത് നമ്മൾ കൂടെ നിന്നില്ലെങ്കിലേ മുഴുവൻ കംപ്ലൈന്റ്സാ. അമ്മേ, ഇതിനിപ്പോ എന്താണ് കംപ്ലൈന്റ്സ്? കത്തുന്നില്ല. കത്തിച്ചു നോക്കിയോ? കത്തിക്കാൻ തിരി കാണുന്നില്ലല്ലോ. നോക്കി നിൽക്കാതെ നീ ആ വാൽ വഴിച്ച് ക്ലീൻ ചെയ്യേ. എന്നിട്ട് നോക്കടാ. ഇതൊക്കെ ആ മാത്തുക്കുട്ടിയായിരുന്നെങ്കിൽ 1 നിമിഷം കൊണ്ട് ശരിയാക്കിയേനെ. ഗ്യാസ് ഉണ്ടോ? പിന്നെ പുതിയ സിലിണ്ടറാ. വേലപ്പ ഗ്യാസ് ലീക്ക് ചെയ്യുന്നു. നീ അത് കയ്യിൽ വെച്ചോണ്ടിരിക്കാതെ ഫിറ്റ് ചെയ്യേ. ഫിറ്റ് ചെയ്തു. കത്തിച്ചു നോക്ക്. എന്റെ ദൈവമേ, ഭാഗ്യം. ഏതായാലും കത്തിയല്ലോ, നന്നായി. അമ്മയുടെ സർവൻസ് ആരുമില്ലേ? ഇല്ല. വൃത്തി വെക്കാത്ത എന്താ? വാ. നിങ്ങളുടെ നാടെവിടെയാ? പിന്നെ കുറച്ച് വടക്ക. ഇവിടെ എവിടെയാ താമസിക്കുന്നത്? കോയയുടെ ഫ്ലാറ്റിലാ.
അവിടെ ആകുമ്പോ രാത്രിയിൽ തന്റെ കണക്ക് നോക്കാം. തിരക്ക് കാരണം വീട്ടിൽ പോകാനൊന്നും സമയം കിട്ടാറില്ല. ചായ എന്തെങ്കിലും ഓ, കുടിക്കാം? വിരോധമില്ല. ഇനിയും 8-10 വീടുകളിലൂടെ പോകാനുണ്ട്. ഇനി ഒരിക്കലാവാം. ആ. ഓക്കെ. ഇനി ഇതുപോലെ എന്തെങ്കിലും റിപ്പയർ വന്നാൽ ഞങ്ങളെ തന്നെ വിളിക്കണം. ആ. കൂടാതെ ഇതുവഴി പോകുമ്പോ ഉച്ചയാണെങ്കിൽ വന്ന് ഊണ് കഴിക്കാം, വൈകുന്നേരം ആണെങ്കിൽ കാപ്പ് കുടിക്കാം, ബ്രേക്ക്ഫാസ്റ്റ് രാവിലെ ഞാൻ ഇതുവഴി പോവാം. പോട്ടെ ഹമ്പേ. വേഗം വീട്ടിനുമ്പിൽ നിൽക്കാനൊന്നും പറ്റില്ല. രണ്ടെണ്ണം കൂടെ സ്റ്റവ് നോക്കാൻ പോയിട്ട് മണിക്കൂർ രണ്ടായി. ഒന്ന് നിർത്തറ. നിന്നെ ഗ്യാസ് ഊറ്റി കണ്ടപ്പോ തിരിച്ചറിയില്ലല്ലോ. വാചോടി നിർത്തറ. നിനക്ക് ഈ ഇളിപ്പാണ് നല്ലത്. എടാ, ദൈവം ഓരോ കാര്യത്തിനും ഓരോരുത്തരെ സൃഷ്ടിച്ചു വിട്ടിട്ടുണ്ട്. അതിന്റെ ഒരു ഉദാഹരണമാണ് നീ. എടാ പഴങ്കഞ്ഞു വേലപ്പാ, ഉദാഹരണം പറയാൻ ഇയാളാരി കബഡി കളിക്കാരനോ? ഒന്ന് പോരാ. അല്ല, കിളിത്തട്ടുകാരൻ. കിളിത്തട്ട് കളിച്ചാ മതി കേട്ടാ, ഇടയ്ക്ക് കയറിയെന്ന് കളിക്കണ്ട. നിന്റെ ഇടത്തട്ടിന്റെ കാര്യം ഞാൻ കോയോട് പറയുന്നുണ്ട്. നീ പറയോടാ. വണ്ടി എടുത്താൽ മതി. ഉള്ളിയോട് വേണം. ഞാനിവിടെ മനസ്സിലായി. അതിന് നിങ്ങൾ ചൂടാവേണ്ട കാര്യമൊന്നുമില്ല. ഇന്ന് 5 മണിക്ക് മുമ്പ് ഗ്യാസ് എത്തിച്ചെന്നാ പോരെ. ഏയ്, നേരത്തെ പറഞ്ഞ പോലെയൊന്നുമല്ല. ഉറപ്പ്. കൊച്ചേത് എത്ര മാസം? അല്ല, ഇവിടെ ജോലിക്ക് വന്നിട്ട് എത്ര മാസമായെന്ന്. ഞാൻ ഗോഡൌണിൽ നിന്ന് പോയിരുന്നു. പിന്നെ എങ്ങനെയുണ്ട് പരിപാടികൾ? കൊള്ളാം. കുറെ കംപ്ലൈന്റ്സ് ഞങ്ങൾ തീർത്തു. 2 റൂട്ടിലല്ലേ ഇന്ന് കറങ്ങിയത്? ഒറ്റയടിക്ക് എത്ര വീടുകൾ കയറി ഇറങ്ങിയെന്നറിയാമോ? എവിടെ? നിങ്ങളെ കണ്ടപ്പോഴേ എനിക്കത് തോന്നി. അതല്ലേ ഒരു ഒറ്റ രാത്രി കൊണ്ട് ഞാനത് സമ്മതിച്ചത്. അവനെന്തേ ആ കൊശവൻ? കൊല്ലത്തും കൊയിലാണ്ടിയിലും ഉണ്ടാക്കുന്ന സാധനങ്ങൾ ഫോറിനാണെന്ന് പറഞ്ഞ് വിറ്റ് നാട്ടുകാരെ കളിപ്പിക്കാൻ പോയിരിക്കുക. കള്ളൻ തെണ്ടി. നിങ്ങൾ എന്തോന്നിരിക്കുക? അഡീഷണൽ സിലിണ്ടർ ബുക്ക് ചെയ്തിട്ട് ഇന്നലെ കൊണ്ടുവരാതല്ലേ പറഞ്ഞത്? ലോഡ് ഇന്നാ വന്നേ, നാളെ എത്തിക്കാന്ന് മാസം 2 പറയാൻ തുടങ്ങിയിട്ട്. ആ മാത്തുക്കുട്ടി അവൻ തെണ്ടി എവിടെ? നിങ്ങൾക്ക് പറ്റില്ലെങ്കിൽ പറ. ഈ നാട്ടിൽ വേറെ ഏജൻസീസ് ഉണ്ട്. സാർ മര്യാദയ്ക്ക് സംസാരിക്കണം. താൻ ആരാടോ എന്നെ മര്യാദ പഠിപ്പിക്കാൻ? ഞാൻ ആരാണെന്ന് അറിയാമോ? ഇന്ത്യൻ ഓയിൽ കോർപ്പറേഷന്റെ ചെയർമാനൊന്നുമല്ലല്ലോ. ഗ്യാസ് നാളെ തരാന്ന് പറഞ്ഞില്ലേ? ഓ, താൻ ആരാ? ബ്ലഡി ഫെലോ. പിന്നെ സായിപ്പ് കണ്ടുപിടിച്ചിട്ടുള്ള ഓരോ വാക്കിനും ഓരോ അർത്ഥമുണ്ട്. ആദ്യം അത് മനസ്സിലാക്കിയിട്ട് സംസാരിക്കേ. ഗ്യാസ് നാളെ തരാന്ന് പറഞ്ഞില്ലേ? താൻ പോ. തനിക്കെന്നെ അറിയില്ല. ഞാൻ വിചാരിച്ച ഇന്നീ കട പൂട്ടിക്കും. വെലപ്പാ, എന്തോ ഇദ്ദേഹത്തെ മനസ്സിലായില്ലേ? ഇല്ല. ഇങ്ങേരാണ് ഈ സിറ്റിയിലെ കടകളൊക്കെ പൂട്ടിക്കുന്നത്. നമസ്കാരം. ആ പൂട്ടൊന്നും എടുത്തോട്ടെ. താൻ പോടോ. അടയാ, എന്തൊക്കെ ഫോറിനായാലും നമ്മുടെ നാടകളിന്റെ വീര്യൊന്നും വേറെ തന്നെ അല്ലേ? അളിയാ, എനിക്കൊരു ഐഡിയ. നമുക്ക് ഓരോ കുപ്പി കൽസൂട് അടിച്ചാലോ? ഈ പാതിരൊക്കെ അതിനൊക്കെ വഴിയുണ്ട്. വെള്ളം കയറി പോഞ്ഞിക്കര പോയാൽ മതി. നല്ല സ്വയം സാധനം കിട്ടും. ആ, പോഞ്ഞിക്കര